നമ്മളെ മലയാളികൾ അല്ലാത്തവരൊക്കെ റൂമിൽ നിൽക്കും. കേരളത്തിലുള്ള ആളുകൾ ഈ സൈറൺ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി നോക്കുകയാണ്, ഇത് എവിടെ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത്. അവർ തൃശ്ശൂർ പൂരം കാണുന്ന ഒരു പ്രതീതിയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്കിടെ UAE-യിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ CEO ഡോക്ടർ മുഹമ്മദ് അലി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡ്രോൺ ആക്രമണങ്ങളും വിമാനങ്ങൾ റദ്ദാക്കിയതും പ്രവാസികളെ എങ്ങനെ ബാധിച്ചുവെന്നും വാർത്തകളിൽ പറയുന്നതിനേക്കാൾ വലിയൊരു ഭീകരത അവിടെയുണ്ടോയെന്നും അദ്ദേഹം വിവരിക്കുന്നു. ഞാൻ ഒരു ഹ്രസ്വ സന്ദർശനത്തിനായിട്ടാണ് ഗൾഫിൽ പോയത്. UAE-യിലാണ് പോയത്. അവിടെ ഷാർജയിലെത്തി. പക്ഷേ ആദ്യത്തെ 2-3 ദിവസമൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെയാണ് പെട്ടെന്ന് ന്യൂസ് വന്നത്, അങ്ങനെ യുദ്ധം ഉണ്ട്, അലി ഖാമിനി കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസ്. അപ്പോൾ തന്നെ നമ്മളാകെ പെട്ടെന്ന് ഷോക്കായി. ആ ദിവസം തന്നെ അബുദാബിയിലും ദുബായ് എയർപോർട്ടിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ള ന്യൂസ് വന്നു. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നങ്ങളൊന്നും, നമ്മൾ നിൽക്കുന്ന ഷാർജയിൽ വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര അദ്ദേഹം, നമ്മൾ ഒരുപാട് പരിപാടിയൊക്കെ ആയിട്ട് പോയതായിരുന്നു. പക്ഷേ എല്ലാവർക്കും പിന്നെ ഈ 1-ാം തീയതിക്ക് ശേഷം, ഇത് തുടങ്ങിയതിന് ശേഷം നമുക്കൊക്കെ ആകെ മുള്ളട്ടായി. അങ്ങനെ നമ്മൾ ഒരു കുറഞ്ഞ ദിവസം, ഒരാഴ്ചത്തെ പ്രോഗ്രാമായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ വേറെ ഒന്നും, ആളുകളൊക്കെ ഭയങ്കര സംഗതി, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ വളരെ പരിക്കുകളൊക്കെ കുറവാണ്. ഈ ഡ്രോണുകളൊക്കെ ഇപ്പോൾ 10 ഡ്രോൺ വന്നാൽ അത് 9ഉം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. മിസൈലാണെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ളത് അബുദാബിയിലാണ് കൂടുതൽ. ഓരോ ദിവസം തന്നെ 8-10 പിന്നെ അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടിൽ അപ്പോഴേക്കന്നെ ദുബായ് എയർപോർട്ട് അടച്ചു. ആദ്യത്തെ ആക്രമണം ഉണ്ടായ അന്ന് തന്നെ എയർപോർട്ട് അടച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. എനിക്ക് ഹ്രസ്വ സന്ദർശനത്തിനാണ് അവിടെ പോയത്, തിരിച്ചു വരാൻ പറ്റിയില്ല. ഹ്രസ്വ സന്ദർശനത്തിനായി ഷാർജയിലെത്തിയ ഡോക്ടർക്കും സംഘത്തിനും ആദ്യ ദിനങ്ങൾ സമാധാനപരമായിരുന്നു. എന്നാൽ ഖമേനി കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തി പടർന്നു. ആദ്യ ദിനം അബുദാബിയിലെ US നേവൽ ബേസിന് നേരെയായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവം വലിയ ഞെട്ടലുണ്ടാക്കി. തൊട്ടടുത്ത ദിവസം ദുബായ് എയർപോർട്ടിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ ജനങ്ങൾ പൂർണ്ണമായും പരിഭ്രാന്തരായി. ഇതേ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ 3 ദിവസത്തോളം ദുബായ് എയർപോർട്ട് അടച്ചിടുകയും വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് ഭാഗികമായാണ് എയർപോർട്ട് പ്രവർത്തനം പുനരാരംഭിച്ചത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഡ്രോൺ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ എല്ലാവരുടെയും ഫോണുകളിൽ ഉച്ചത്തിൽ സൈറൺ മുഴങ്ങുമായിരുന്നു. ഫോൺ സൈലന്റ് മോഡിലായാൽ പോലും ഈ ശബ്ദം കേൾക്കാം. ഈ സമയത്ത് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും മലയാളികൾ സൈറൺ കേട്ട് ഡ്രോൺ കാണാൻ പുറത്തിറങ്ങി നോക്കുന്നത് ഒരു വിരോധാഭാസമായി തനിക്ക് തോന്നിയെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അവിടെ വളരെ അവിടുത്തെ ഭരണ സംവിധാനം വളരെ ഏറ്റവും ഭയങ്കരം എന്ന് വെച്ചാൽ, ഒരു ഡ്രോൺ അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെ നമ്മളെ ഫോണിൽ സൈറൺ വരും. അവിടുത്തെ നമ്പറുള്ള ആളുകൾക്ക്, ഇപ്പോൾ എൻ്റെ അടുത്ത നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പറിൽ ഫോൺ നമ്മൾ സൈലൻ്റ് ആയിട്ട് വെച്ചാലും ഫോൺ നമ്മൾ പിന്നെ ചാർജിൽ ഉള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ സൈറൺ വരും. ആ സൈറൺ വരുമ്പോൾ നമ്മളെല്ലാവരും റൂമിൽ നിൽക്കണം, പുറത്ത് നടക്കരുത് എന്നാണ്. ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, നമ്മളെ മലയാളികൾ അല്ലാത്തവരൊക്കെ റൂമിൽ നിൽക്കും. കേരളത്തിലുള്ള ആളുകൾ ഈ സൈറൺ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി നോക്കുകയാണ്, ഇത് എവിടെ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത്. അവർ തൃശ്ശൂർ പൂരം കാണുന്ന ഒരു പ്രതീതിയാണ്. പക്ഷെ വളരെ അപകടകരമായിട്ടുള്ളതാണ്. രാത്രി 10 മണിയോടെ താൻ നിന്നിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു ഡ്രോൺ തകർന്നു വീണ് തീപിടുത്തമുണ്ടായ അനുഭവവും ഡോക്ടർ വിവരിക്കുന്നുണ്ട്. പ്രദേശം മുഴുവൻ കരിഞ്ഞ മണം വ്യാപിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഒരാഴ്ചയോളം അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും വിമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി റദ്ദാക്കപ്പെട്ടു. 3 തവണ ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും 2 ഓട്ടോമാറ്റിക്കായി ക്യാൻസലായി. ഒമാൻ വഴി വരാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ഒടുവിൽ എമിറേറ്റ്സ് വിമാനത്തിൽ കൊച്ചി വഴിയാണ് 12-ാം തീയതി പുലർച്ചെ നാട്ടിലെത്തിയത്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രോൺ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് വീണു. അവിടെ തീപിടുത്തമുണ്ടായി. ഞാൻ പുറത്തൊന്നും ഇറങ്ങി നോക്കിയില്ല. എല്ലാം കഴിഞ്ഞ ശേഷം ആളുകൾ കണ്ടമാനം അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കരിഞ്ഞ മണം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ വലിയ ഒച്ച, പിന്നെ ഈ ഡ്രോണിൻ്റെ അതേപോലെ തന്നെ ഈ ഇൻ്റർസെപ്ഷൻ്റെ ഒച്ചയാണ്. പക്ഷേ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഇതിങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് നമ്മളെടുത്താണെങ്കിലേ കാണുള്ളൂ. ഇത് രാത്രി ഒരു 9:30-10 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. എൻ്റെ പറ്റാതെ ഏതാണ്ട് ഒരാഴ്ച അവിടെ ഹെൽഡപ്പായി. ഒരു സന്ദർശനമായിട്ട് പോയതായിരുന്നു.
ഒരാഴ്ചയോളം അവിടെ ഹെൽഡപ്പായി. എന്തായാലും 3 ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ആ 2ഉം ഓട്ടോ ക്യാൻസലായി. കാരണം ഞാൻ വരാൻ ദിവസത്തെ അന്ന് ക്യാൻസലായി. പിന്നെ ഒമാൻ വഴി പോരാനുള്ള സംവിധാനമാണ് ഉണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ അധിക ദിവസം നമ്മൾ വളരെ ഷെഡ്യൂൾഡായിട്ടുള്ള ഡ്യൂട്ടി അല്ലേ. എന്തായാലും ഞാൻ എമിറേറ്റ്സിന് കൊച്ചിയിലേക്കാണ്, കോഴിക്കോട് ടിക്കറ്റില്ല, കൊച്ചിയിലേക്കാണ് ഞാൻ എത്തിയത്. 12-ാം തീയതി പുലർച്ചെ ഇവിടെ എത്തി. നിലവിൽ വലിയ പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രവാസികളുടെ ജീവിതത്തെയും സാധനങ്ങളുടെ വിലക്കയറ്റത്തെയും അത് സാരമായി ബാധിക്കുമെന്ന് ഡോക്ടർ മുഹമ്മദ് അലി ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇ-ചാനൽ ന്യൂസ്. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.